Namaste viewers, welcome back to my new video. In 14th October Monday. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ മാർക്കറ്റ് ലൈവ് ആണ് ഓപ്ഷൻസിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഇത് നാളത്തെ മാർക്കറ്റിൽ ലൈവായിട്ട് നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൾ ഡീറ്റെയിൽസ് ഇടുന്ന കോളർ വാട്സപ്പ് സൈൻ നമ്പർ തന്നെയാണ് എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ ഓപ്ഷൻ പെർഫെക്റ്റ് ആയിട്ട് എൻട്രി എക്സിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിനകത്ത് ഓപ്ഷൻ്റെ സെപ്പറേറ്റ് പ്രീമിയം ചാർട്ടും കൂടെ അവൈലബിൾ ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഐഡിയ കിട്ടും എവിടെ നമ്മൾ ബൈ ചെയ്യണം, എവിടെ എക്സിറ്റ് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സോഫ്റ്റിൽ തന്നെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്ന ബാങ്ക് നിഫ്റ്റിയാണ്. മാർക്കറ്റ് റേറ്റ് 51,683 ആണ്. ഇതിനായിട്ട് വൈറ്റ് വേർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ ലൈൻ ഇന്നത്തെ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. ഗ്രീൻ കളറിലെ അപ്പാരം നമുക്ക് ബൈ ചെയ്യാനുള്ളത്, റെഡ് വരുന്ന സെല്ലിൻ്റെ ഇൻഡിക്കേഷനാണ്. സിഗ്നൽസ് എല്ലാം സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് തരുന്നത്. സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് നമുക്കൊരു അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. അലേർട്ട് വിത്ത് സൗണ്ടോടുകൂടി കേൾക്കാൻ പറ്റും. സെയിം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മേഖല നോക്കി തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ബൈ എന്ന് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ ഇൻഡിക്കേഷൻ ആണ്. സെല്ല് വരുമ്പോൾ നമ്മൾ പുട്ട് സൈഡാണ് എൻട്രി എടുക്കേണ്ടത്. അപ്പം നമുക്ക് അതിൻ്റെ സ്ട്രൈക്ക് സെലക്ഷൻ കൂടെ നമുക്ക് ചിലർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രൈക്ക് സെലക്ഷൻ നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. 51,329 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ നിയർ ബൈ മാർക്കറ്റ് റേറ്റ്, അറ്റ് മണി എന്ന് പറയുമ്പോൾ നമുക്ക് നിയർ ബൈ മാർക്കറ്റ് റേറ്റ് തന്നെ എടുക്കാം. ഇൻ ദ മണി എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ നമുക്ക് ആ ഒരു പ്രൈസ് അനുസരിച്ച് എടുക്കാം. നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് നമുക്ക് അതിൻ്റെ സ്ട്രൈക്ക് സെലക്ഷൻ നടത്താവുന്നതാണ്. അത് ഇൻ ദ മണിയാകാം, അറ്റ് ദ മണിയാകാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണി തന്നെയാകാം. നമ്മളത് പ്രീമിയം എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ചുള്ള പ്രീമിയം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇത്രയും നമ്മളിപ്പോൾ ആക്ച്വലി മെയിൻ ചാർട്ട് നോക്കുന്നതിന് വേണ്ടിയാണ്. ബാക്കി നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ ചാർട്ടിൽ അതും കൂടെ നോക്കണം. അവിടെ നമുക്ക് കൺഫർമേഷൻ ചെക്ക് ചെയ്യാം. അവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 51,100 ആണ്. അപ്പോൾ നമുക്കിവിടെ കൺഫേം, അതായത് നമ്മൾ എടുക്കുന്ന പ്രീമിയം ചാർട്ടിലുള്ള കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ രാവിലെ ആ ടൈമിൽ തന്നെ നമുക്ക് ബൈ സിഗ്നൽ കാണിച്ചു തന്നിരുന്നു. ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ ചെയ്യാൻ ഇൻഡിക്കേഷൻ ആണ്. സിഗ്നൽ കൺഫേം ആണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആരോ വന്ന ശേഷം താഴത്തെ ബാർ ഇതുപോലെ ഗ്രീൻ ആൻഡ് പ്രൈസ് ഇവിടെ ബൈ സോൺ ആണെന്നുണ്ടെങ്കിൽ ഇത് കൺഫേം എന്നർത്ഥം. ഇത് എൻട്രി വന്നിരിക്കുന്നത് 405.80 ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നല്ല രീതിയിൽ മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം മാർക്കറ്റ് റിവേഴ്സ് ഒരു സൈഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് റേറ്റ് 683 നിൽക്കുകയാണ്. നമുക്ക് ഈ 405.80 ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആൻഡ് എക്സിറ്റ് ലെവൽ കൂടെ കാണിച്ചു കഴിഞ്ഞാൽ 446, 478 ആൻഡ് 511 3 ടാർഗറ്റ് തരും. ആ 3 ടാർഗറ്റ് നമ്മുടെ റിസ്ക് അനുസരിച്ചിരിക്കാം സെറ്റ്. അതായത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റിൽ വേണമെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എടുക്കാം. ഇപ്പം നമുക്ക് നല്ല ക്യാപിറ്റലിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുക. അതായത് നിങ്ങൾ ഫസ്റ്റ് ടാർഗറ്റ് വന്ന ശേഷം സെക്കൻഡ് ടാർഗറ്റിലോട് വേണമെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് എടുത്ത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് ട്രെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കുന്ന സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ ഞാൻ പറഞ്ഞുള്ള നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയുടെ ലൈവ് ട്രേഡ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.